നമ്മുടെ കേരള ഹൈലൈറ്റ് ടൂറിസം സെൻറ്ററിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടും അപേക്ഷ നൽകാം, ഓഫ്ലൈനായിട്ട് രണ്ട് രീതിയിൽ അപേക്ഷ നൽകാം. ഡ്രൈവർ പോലെയുള്ള തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലേക്ക് എനേബിൾ ചെയ്യാം, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഗ്രൂപ്പ് ഡി റെയിൽവേയുടെ ഒക്കെ വേക്കൻസി ഉണ്ട്, 10ാം ക്ലാസ് മതി യോഗ്യത. അപ്പോൾ അതിനെക്കുറിച്ചിട്ടെല്ലാം A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം, സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ആണ് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടെ കാണാം, ജനുവരി 22-നാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടെ കാണാം വിജ്ഞാപനം കേരള ഹൈലൈറ്റ് ടൂറിസം സെൻറ്റർ, അതായത് KHTC എന്ന് പറയും, വേദി യൂണിറ്റിലേക്ക് 2 വർഷത്തേക്കാണ് വിളിച്ചിരിക്കുന്നത്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്, ഒരിക്കലും പെർമനൻ്റ് അല്ല. 2 വർഷത്തേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യോഗ്യതയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മളതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ജനുവരി 22 മുതൽ നിങ്ങൾക്ക് ഫെബ്രുവരി 5 വരെയാണ് സമയം. അപ്പോൾ നിങ്ങൾക്ക് തപാൽ മുഖേന നമുക്ക് പോസ്റ്റൽ വഴി അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നമുക്ക് ഓൺലൈനായിട്ടാണെങ്കിൽ ഓൺലൈനായിട്ട് ഇതിലേതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചാൽ മതി. ഒന്നെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതിലൊരു ഫോം ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളത് തപാൽ മുഖേന നമ്മൾ ഇവരുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടത്, അങ്ങനെയും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനാണ്. ഓക്കെ, വിളിച്ചിരിക്കുന്ന തസ്തിക നമുക്കിവിടെ നോക്കാം. ഇങ്ങോട്ട് കാണാം, ബോട്ട് ഡ്രൈവർ 3 ഒഴിവാണ്. സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്, വയനാട് 1, കക്കയം 2 ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കാണാം മാസ്റ്റർ ക്ലാസ് 3 അല്ലെങ്കിൽ സ്രാങ്ക് ലൈസൻസ് +2 നമ്മൾ പാസ്സായിരിക്കണം കേട്ടോ. അപ്പം ഒന്നെങ്കിൽ മാസ്റ്റർ ക്ലാസ് 3 അല്ലെങ്കിൽ ഈ പറയുന്ന +2 നിങ്ങൾ പാസ്സായതോടൊപ്പം നിങ്ങൾക്ക് മാസ്റ്റർ ക്ലാസ് 3 അല്ലെങ്കിൽ സ്രാങ്ക് ലൈസൻസോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 45 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് 1/1/2025 കണക്കാക്കിയാണ് പ്രായം കണക്കാക്കുന്നത്. ഇനി ഇതിൽ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. 2 വർഷത്തെ ഒരു പ്രവൃത്തി പരിചയം വേണം. ഇതുമാതിരി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തി പരിചയം നമുക്ക് ഉണ്ടായിരിക്കണം. മാസവേതനം നമുക്ക് സാലറി ആയിട്ട് 24,000 പെർ മന്താണ് നമുക്ക് ലഭിക്കുക. ഇതിനടുത്ത് ലാസ്കർ ഓർ ബോട്ടിംഗ് അസിസ്റ്റൻ്റ് ആണ്. 4 ഒഴിവുണ്ട്. മൂന്നാർ 2, അതുപോലെ തന്നെ വയനാട് 2, അങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ലാസ്കർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 10ാം ക്ലാസ്സും പാസ്സായിരിക്കണം. അപ്പോൾ ലാസ്കർ സർട്ടിഫിക്കറ്റ് പ്ലസ് 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതോടൊപ്പം 45 ആണ് ഇതിൻ്റെയും ഏജ് ലിമിറ്റ്. 2 വർഷത്തെ പ്രവൃത്തി പരിചയം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 22,000 ആണ് പെർ മന്ത് നമുക്ക് സാലറി ലഭിക്കുക. ഇനി അടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ബഗ്ഗി ഡ്രൈവറാണ്. 5 വേക്കൻസി ഉണ്ട്. ഇടുക്കിയിലാണ് 5 ഒഴിവും വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് പ്ലസ് നിങ്ങൾ +2 പാസ്സായിരിക്കണം. അപ്പോൾ +2 പാസ്സായിരിക്കണം പ്ലസ് എന്താണ് LMV ലൈസൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 45 വയസ്സാണ് ഇതിലേക്ക് ഏജ് ലിമിറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 4 ചക്ര വാഹനങ്ങൾ, അതുപോലെ ബഗ്ഗി അതല്ലെങ്കിൽ ഒന്നെങ്കിൽ 4 ചക്ര വാഹനങ്ങൾ, അതല്ലെങ്കിൽ ബഗ്ഗി ഡ്രൈവിംഗിൽ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. അപ്പോൾ നിങ്ങൾക്ക് 4 വീലുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ബഗ്ഗി ഡ്രൈവിംഗിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 20,000 പെർ മന്താണ് സാലറി ആയിട്ട് ലഭിക്കുന്നത്. ഇതിനടുത്ത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം ക്ലർക്കാണ്. 1 വേക്കൻസിയാണ്. മൂന്നാറിലാണ് അതിൻ്റെ പോസ്റ്റിംഗ് വേക്കൻസി വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ ആണ്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ഡിപ്ലോമ നമുക്ക് വേണം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള ഡിപ്ലോമ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന KGTE ടൈപ്പ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ഹയർ, അതുപോലെ മലയാളം ലോവർ, ഓക്കെ, ഈ പറയുന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് ഓറല്ല കൊടുത്തിരിക്കുന്നവർ കോമയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മേ ബി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് DC ഉണ്ടെങ്കിൽ അത് വെച്ച് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗുള്ളവർ അത് വെച്ച് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അവർ നമുക്ക് ഓർന്നുള്ളതല്ല കൊടുത്തിരിക്കുന്നത്. മറ്റത് നമുക്ക് ഓർന്നുള്ള ആ ഒരു രീതിയിലല്ല, ഇവിടെ ജസ്റ്റ് കോമട്ടിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് മാൻഡറ്ററി ആണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 45 വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. 21,000 ആണ് പെർ മന്ത് സാലറി. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ കുറഞ്ഞത്. ഇനി ഇവിടെ ടൂറിസം ഗാർഡാണ് 5 വേക്കൻസി. ഇതിൽ മൂന്നാറിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിലെങ്കിൽ ലൈഫ് സേവിങ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ള ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് സേവിങ് ട്രെയിനിങ്ങിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നീന്തൽ പരിശീലന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണം. പ്ലസ് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അപ്പോൾ 10ാം ക്ലാസ് പ്ലസ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നീന്തൽ പരിശീലന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് ലൈഫ് സേവിങ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. 45 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ ശാരീരിക ക്ഷമതയൊക്കെ നല്ല ഉള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം എന്നുള്ളതാണ്. 20,000 പെർ മന്താണ് സാലറി വരുന്നത്. ഇനി അടുത്തത് ടൂറിസം വർക്കർ അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫാണ്. 3 ഒഴിവുണ്ട്. അതിൽ നിങ്ങൾക്കൂടെ കാണാം, മൂന്നാറിലൊരു ഒഴിവാണ് വന്നിരിക്കുന്നത്. പിന്നെ 2 അതിൻ്റെ ഈ പറയുന്ന BS
HTCയിലാണ് 2 ഒഴിവ് വന്നിരിക്കുന്നത്. അങ്ങനെ 10ാം ക്ലാസ്സാണ് ഇതിലേക്കുള്ള യോഗ്യത. ഓക്കെ, ഇതിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള പോസ്റ്റിലേക്കൊക്കെ ഈ പറയുന്ന നമ്മുടെ ടൂറിസം ഗാർഡിലേക്കും എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള പോസ്റ്റിലേക്കൊക്കെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് നിങ്ങൾ SSLC കഴിഞ്ഞാൽ ഈ 3 ഒഴിവിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 45 ഏജ് ലിമിറ്റ് വരുന്നത്. 18,000 പെർ മന്ത് നമുക്ക് സാലറി ലഭിക്കും. ഇനി നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഒന്ന് ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷ സമർപ്പിക്കാം. ഇനി അതല്ലെങ്കിൽ ഇതിലൊരു അപേക്ഷാ ഫോം കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ പൂരിപ്പിച്ച് ചെയ്യാം. ഇതിലെങ്കിലും ഇത് രണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഉദ്യോഗാർത്ഥി ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ അപേക്ഷ ഡൗൺലോഡ് ചെയ്തിട്ട് അത് പൂരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന തപാൽ മുഖേന അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിലാണ് നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള ഫോട്ടോ, നമ്മൾ പാസ്വേഡ് ഫോട്ടോഗ്രാഫ് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. 200 KB ഫയൽ സൈസ് കൂടാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മളൊരു വൈറ്റ് പേപ്പറിൽ നീല അല്ലെങ്കിൽ കറുപ്പ് മഷിയോടുള്ള പേന കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സൈൻ ചെയ്തിട്ട് അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. 50 KB താഴെ ആയിരിക്കണം ഫയൽ സൈസ് വരേണ്ടത്, JPG ഫോർമാറ്റ് ആയിരിക്കണം. ഇത്രയും ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇനി തപാൽ മുഖേനയാണ് നിങ്ങൾ ഇതാക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ അതിൽ ഫോട്ടോ ഒട്ടിക്കുകയാണ് വേണ്ടത്. ഇനി നമ്മുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുക, തപാൽ മുഖേന ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾ വേറെ രീതിയിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ, നിങ്ങൾ 2 രീതിയിലും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകം പറയുന്നത് എന്താ വെച്ചാൽ തെറ്റിദ്ധരിക്കണമെന്ന് വെച്ചിട്ടാണ്. പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. ഇനി തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷ ഉണ്ടാവും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിൽ പ്രാവീണ്യ പരീക്ഷ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഇൻ്റർവ്യൂ. ഇതിലേതെങ്കിലും ഒരു മെത്തേഡായിരിക്കും ഉണ്ടായിരിക്കുക. ചിലപ്പം ഒന്നിലധികം മെത്തേഡും ഉണ്ടായിരിക്കുക എന്നുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പൊതുനിർദ്ദേശങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. ഓക്കെ, എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് കാര്യങ്ങൾ. ഇനി ഒന്നിൽ കൂടുതൽ അപേക്ഷയിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു തപാൽ മുഖേന പോസ്റ്റൽ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനിൽ തന്നെ അപ്ലിക്കേഷൻ ഫോം ഉണ്ട്. 6 മാസത്തിനുള്ള ഫോട്ടോഗ്രാഫ് നിങ്ങൾ അതിൽ ഒട്ടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇതിൻ്റെ കൂടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കണം നേരത്തെ പറഞ്ഞ അഡ്രസ്സിലേക്ക്. ഇനി ഓൺലൈനായിട്ടാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. KHTC റിക്രൂട്ട്മെൻറ്റ് 2025 താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ എനിക്ക് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ് ഇവിടെ കാണാം. ഈ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ഞാനിവിടെ ഓൺലൈൻ അപ്ലിക്കേഷൻ ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓപ്പൺ ലിങ്ക് ഇൻ ന്യൂ ടാബ്, ജസ്റ്റ് ഞാനത് ഓപ്പൺ ആക്കി കാണിക്കാം. ഇതാണ് നിങ്ങളുടെ കാണാം. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് ആണ് ഇതിൻ്റെ അപ്ലിക്കേഷനൊക്കെ സ്വീകരിക്കുന്നത്. അതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അവരുടെ വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ കാണാം സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന നിർദ്ദേശം. ഇത് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം, വായിക്കണം അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ഹിയർ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഓരോ പോസ്റ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ബോട്ട് ഡ്രൈവറിലേക്കാണെങ്കിൽ അപ്ലൈ ആവുന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലാസ്കർ അതിലാണെങ്കിൽ സെക്കൻഡ്. ഇതിൽ ഒന്നിലധികം അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടൂറിസം വർക്കർ അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇവിടെ അപ്ലൈ ആവുന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേജിൽ ഓടായി വരുന്നതിന് കൂടെ കാണാം. ആദ്യം നിങ്ങളുടെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ അപേക്ഷിക്കുന്ന തസ്തിക ഇവിടെ വന്നിട്ടുണ്ട് കാണാം. ടൂറിസം വർക്കർ ക്ലീനിങ് സ്റ്റാഫ് എന്നുള്ളത് വന്നിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക നിങ്ങൾ തന്നെയാണെന്ന്. നിങ്ങളുടെ ജനന തീയതി എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ മന്തും ഇയറും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിത് എഡിറ്റ് ചെയ്യുന്നൊന്നുമില്ല, ഡയറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ. കാരണം സമയക്കുറവ് കൊണ്ടാണ്. നിങ്ങളതിനനുസരിച്ചൊക്കെ ഒന്ന് ചെറിയ ലാഗൊക്കെ ഉണ്ടാവുമെന്ന് നിങ്ങൾ സഹകരിക്കുക. ഇനി ഇവിടെ നമ്മൾ തിരിച്ചറിയൽ രേഖയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഏതെങ്കിലും ഒരു ID പ്രൂഫ് ഒന്നെങ്കിൽ വോട്ടർ ID അല്ലെങ്കിൽ ആധാർ കാർഡ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, നമ്മളവിടെ അത് അപ്ലോഡ് ചെയ്യാം. ദെൻ അതിനുശേഷം നമ്മൾ നിങ്ങൾക്കൂടെ അപ്ലോഡ് ചെയ്താൽ അത് ഇവിടെ കാണിക്കും കേട്ടോ. അങ്ങനെ ഓക്കെ, ഞാൻ വെറുതെ ഒരു ഡോക്യുമെൻറ്റ്സ് ഇവിടെ അപ്ലോഡ് ചെയ്തെന്നുള്ളൂ. അത് ഇവിടെ അങ്ങനെ കാണിക്കും. അത് കാണിക്കുന്ന ഉറപ്പ് വരുത്തുക. മെയിൽ ID കൊടുക്കുക, നിങ്ങളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മതം, റിലീജിയൻ ഏതാണ്, ഇസ്ലാം ഓർ മുസ്ലിം, അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യൻ ഏതായിരിക്കും അത് കൊടുക്കുക. ജാതി നിങ്ങൾ ഏതാണ്, കാസ്റ്റാണ് കൊടുക്കേണ്ടത്, നിങ്ങളെ കാസ്റ്റ് ഏതായിരിക്കും അത് കൊടുക്കുക. വിഭാഗം, കാറ്റഗറി നിങ്ങൾ ജനറൽ OBC ഏതായിരിച്ചാൽ അത് വിചാരിച്ചാൽ അത് ഏതാണ്ട് വെച്ചാൽ അത് നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ലൈസൻസ്, അതായത് നമുക്ക് സ്ഥിര മേൽവിലാസമാണ്. പെർമനന്റ്
റെസിഡൻറ്റ് നമ്മുടെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ നമ്മുടെ വീട്ടുപേര് അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ്, സിറ്റി, ജില്ല, സംസ്ഥാനം, ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുക. നമ്മളെ പിൻകോഡ് കൊടുക്കുക. ഇനി നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മൾ 10ാം ക്ലാസ് മുതൽ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതൊക്കെ കൂടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എന്താണ് കോഴ്സ് ഏതാഴ്ച SSLC ആണ്, SSLC സ്പെഷ്യലൈസേഷൻ. ഇനി SSLC ആണെങ്കിൽ നിങ്ങൾ ഇവിടെ 10th എന്നുള്ളത് കൊടുത്താലും മതി. ഇനി അതുപോലെ ബോർഡർ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ കേരള സ്റ്റേറ്റ് ബോർഡാണ്, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണ് ഇവിടെ വേണ്ടത്. ഇനി നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ഈ CBSE SSC ആണെങ്കിൽ ICSE ഒക്കെ ആണെങ്കിൽ അനുസരിച്ച് ചെയ്യാം. ഇനി സ്ഥാപനം നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ പേര് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഡേറ്റ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, മന്ത് ആൻഡ് ഇയർ ഓഫ് കംപ്ലീഷൻ ആണ് അത് ഇവിടെ കൊടുക്കുക. നിങ്ങൾ ശതമാനം പെർസെൻറ്റേജ് നമ്മുടെ SSLC ഇത്ര ശതമാനം മാർക്കുണ്ട്. ദെൻ ക്ലാസ് നമ്മൾ ഒരു ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ സെക്കൻഡ് ക്ലാസ് ഉണ്ടോ അതായത് അത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിങ്ങൾ ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്നവിടെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഡോക്യുമെൻറ്റ്സ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിവിടെ കാണിക്കും. ഇനി ഇത് റിമൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് എന്നുള്ള ബട്ടൺ റോഡ് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇതുപോലെ റോ വരും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാവുന്നതാണ്. അത് വേണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പ്രവൃത്തി പരിചയം ആവശ്യമുള്ള പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഓൾറെഡി എന്തെങ്കിലും പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തോളൂ. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. ഇനി അടുത്ത് നമ്മൾ ഫോട്ടോ, അതായത് റീസെൻ്റ് ആയിട്ട് ചെയ്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുക ഇതിലേക്ക്. ഓക്കെ, അപ്പോൾ അതിവിടെ ലോഡായിട്ട് കാണിക്കും, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി സിഗ്നേച്ചർ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. നമ്മൾ സിഗ്നേച്ചർ ഇതിലേക്ക് എടുത്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് കാണും, സിഗ്നേച്ചർ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താണ് സത്യപ്രസ്ഥാന ഡിക്ലറേഷൻ കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇത്രയുമാണ് ഇതിൻ്റെ ആ ഒരു പ്രൊസീജിയർ ഓൺലൈനായിട്ട് ചെയ്യാനുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്തിട്ട് ഇതിൽ ഫോട്ടോ കൊട്ടിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്രസ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. അഡ്രസ്സ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ കാണാൻ പറ്റും. ഇതാണ് അഡ്രസ്സ്, PB നമ്പർ 436. അപ്പോൾ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾ ചെയ്താൽ മതി, രണ്ട് രീതിയിലും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റലായിട്ട് അപ്ലൈ ചെയ്യുക, നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ GeoGL എജുലാൻഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് കയറി നിങ്ങൾക്ക് ഫേസ്ബുക്ക് എല്ലാത്തിൻ്റെയും ലിങ്ക് താഴത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം അതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതാണ്. താങ്ക് യു.